പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ഇസ്രയേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒട്ടും ശുഭകരമായ ഒന്നല്ല കേൾക്കുന്നത്. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിനെ പോലും വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ജെറുസലേം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന ചർച്ചകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും മറുവശത്ത് ഇറാൻ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെയാണ്. ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ജെറുസലേമിൽ അർദ്ധരാത്രി സൈറണുകൾ മുഴങ്ങിയപ്പോൾ രാജ്യം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. രാജ്യത്തെ നിയമനിർമ്മാണ സഭയായ നെസറ്റ് സമ്മേളിച്ചു കൊണ്ടിരിക്കെയാണ് അപായ സൂചന ലഭിച്ചത്. മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. എംപിമാരെയും മന്ത്രിമാരെയും അതീവ സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറ്റി. മിനിറ്റുകൾക്ക് ശേഷം ഇവിടേക്ക് മിസൈൽ പതിച്ചുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പരിക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രയേലിന്റെ സുരക്ഷാ കവചങ്ങളെ വെല്ലുവിളിക്കാൻ ഇറാന് കഴിയുന്നു എന്നത് ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് ലോകത്തെ അമ്പരിപ്പിച്ച ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു അത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കുറയ്ക്കാൻ അതീവ രഹസ്യമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അത് ശുഭസൂചനയാണെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് മിസൈലുകൾ കൊണ്ടാണ് ഇറാൻ മറുപടി കൊടുത്തത്. ട്രംപിന്റെ സമാധാന നീക്കങ്ങൾ വെറും മനഃശാസ്ത്ര യുദ്ധം മാത്രമാണെന്ന് IRGC പരിഹസിക്കുന്നു. അമേരിക്കയുടെ പിന്മാറ്റം തങ്ങളുടെ വിജയമാണെന്നും തങ്ങളുടെ പോരാട്ടം ശത്രുക്കളെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും ടെഹ്റാൻ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ ഭാഗമായി ഇറാൻ ഉപയോഗിക്കുന്നത് ഭീകരമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ്. ഖൈബർ ഷക്കാൻ മിസൈലുകൾ ഇസ്രയേലിന്റെ അയേൺ ഡോമിനെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ യുദ്ധം ഇപ്പോൾ ഇസ്രയേലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കുവൈറ്റ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നതിലൂടെ ഇറാൻ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. മേഖലയിലെ അമേരിക്കൻ സ്വാധീനം അവസാനിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇത് ഗൾഫ് രാജ്യങ്ങളെയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സഖ്യകക്ഷികൾക്കും നേരെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ പക്കൽ പ്രത്യേക പദ്ധതികൾ ഉണ്ടെന്നും ഇത് ശത്രുക്കളുടെ ചർച്ചാ പ്രതീക്ഷകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഈ ഭീഷണിക്ക് പിന്നാലെ തെക്കൻ ഇസ്രയേലിലെ ഐലാത്ത്, ഡിമോണ, യെറുഹാം നഗരങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച ട്രംപിന്റെ പ്രസ്താവനയാണ് ഇറാന്റെ പ്രകോപനത്തിന് മറ്റൊരു കാരണം. യുദ്ധം അവസാനിച്ചാൽ അമേരിക്കയും ഇറാനും ചേർന്ന് ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്നും ലോകത്തിനായി തുറന്നു കൊടുക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. കൂടാതെ ചർച്ചകൾ വിജയകരമായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും ഇറാൻ ആണവായുധ മോഹങ്ങൾ ഉപേക്ഷിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും തങ്ങളെ ചതുപ്പിൽ നിന്ന് രക്ഷിക്കാൻ US-ഉം ഇസ്രയേലും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും ഇറാൻ തിരിച്ചടിച്ചു. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ്. ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന പ്രതീക്ഷകൾക്ക് ഇറാന്റെ സൈനിക നീക്കം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്.